എല്ലാവർക്കും മലയാള പഠനം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA മലയാളം 4ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ മലയാള സാഹിത്യ വിമർശനം എന്ന പേപ്പറാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. മലയാള സാഹിത്യ വിമർശനം എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനായിട്ട് 6 ബ്ലോക്കുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബ്ലോക്കായ ആദ്യകാല നിരൂപണത്തിലെ ആദ്യത്തെ യൂണിറ്റായ സമ്മാനദാന പ്രസംഗമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളവർമ്മ വല്യകോയി തമ്പുരാൻ്റെ സമ്മാനദാന പ്രസംഗത്തെ പറ്റിയാണ് ഈ ഒരു പാഠഭാഗം പറയുന്നത്. പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്താണ് സാഹിത്യ വിമർശനം എന്നുള്ളത് നോക്കാം. ഈ 19ാം നൂറ്റാണ്ടിലാണ് ഈ സാഹിത്യ വിമർശനം ഒരു സവിശേഷമായ അർത്ഥത്തിൽ നമ്മുടെ മലയാളത്തിൽ ആരംഭിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രചാരവും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, അച്ചടിയുടെ ഗദ്യഭാഷയുടെ പ്രചാരം, പിന്നെ പത്രമാസികകൾ എന്നിവയൊക്കെ ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു ആധുനികമായ സാഹിത്യ അന്തരീക്ഷമാണ് വിമർശന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഡോക്ടർ ഷാജി ജേക്കബിൻ്റെ ഒരു അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ ആധുനിക സാഹിത്യ നിരൂപണത്തിൻ്റെ തുടക്കമെന്ന് ഡോക്ടർ ഷാജി ജേക്കബിൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് ഇപ്രകാരമാണ്: പൊതുവേദികളിലെ സാഹിത്യ ചർച്ചകളിലും പത്രമാസികകളിലും ആരംഭിച്ച പബ്ലിക് ക്രിറ്റിസിസത്തിൽ നിന്നാണ് ആധുനിക സാഹിത്യ നിരൂപണത്തിന് തുടക്കമെന്നാണ് ആര് പറയുന്നത്? ഡോക്ടർ ഷാജി ജേക്കബ്. അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകമാണ്? പൊതുമണ്ഡലവും മലയാള ഭാവനയും എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇപ്രകാരം ഒരു നിരീക്ഷണം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ മലയാള സാഹിത്യ വിമർശനത്തിൽ ആധുനിക വിമർശനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന എപ്രകാരമാണെന്നറിയാവോ? പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ സമ്പർക്കമേറ്റ് വികസിച്ച നവീന ഗദ്യത്തിൻ്റെ സന്തതി എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പാശ്ചാത്യ സാഹിത്യ വിമർശനത്തെ അല്ലെങ്കിൽ എന്താണ് വിമർശനത്തെ സുകുമാർ അഴീക്കോട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ടേം എന്താണെന്നറിയാവോ? ക്രിറ്റിസിസം എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ്, അതിൻ്റെ ഒരു തർജ്ജിമയാണ് നമ്മുടെ മലയാളത്തിലെ വിമർശനം എന്ന പദം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സാഹിത്യകൃതികളെ പറ്റിയുള്ള വിധി പറച്ചിലിനെ പറ്റിയാണ് നമ്മളിത് പ്രധാനമായിട്ടും പറയുന്നത്. എന്താണ് പുസ്തകാഭിപ്രായം, പത്രനിരൂപണം, ഗ്രന്ഥനിരൂപണം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നിരൂപണം എന്ന പദവും എന്ത് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ. അപ്പോൾ നമ്മൾ ക്രിറ്റിസിസം എന്ന് പറയുന്ന ടേമിന് മലയാളത്തിൽ 2 രീതിയിൽ പറയുന്നുണ്ട്. നിരൂപണം എന്ന രീതിയിലും പറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ വിമർശനം എന്ന രീതിയിലും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പുസ്തകത്തിൻ്റെ ഗുണദോഷങ്ങൾ വിവരിച്ച് ഒരു പുസ്തകത്തെ അല്ലെങ്കിൽ ആ ഒരു പുസ്തകത്തെ വായനക്കാരൻ വായിക്കണോ വേണ്ടയോ എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കലാണ് ഈ ഒരു പുസ്തക അഭിപ്രായത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വിമർശനത്തിനും നിരൂപണത്തിനും വെവ്വേറെ അർത്ഥകൽപ്പനകൾ എന്ത് ചെയ്യുന്നു ആദ്യകാലത്ത് നൽകിയിരുന്നെങ്കിലും ഇവ രണ്ടും പര്യായ പദങ്ങളെ പോലെയാണെന്ന് പൊതുവെ എന്ത് ചെയ്യുന്നു നമ്മൾ പ്രയോഗിച്ച് വരാറുള്ളത്. ഇനി അടുത്ത ഞാൻ പറയുകയാണ്, എന്താണ് വിമർശനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്? സാഹിത്യ മൂല്യങ്ങൾ, അവ വായനക്കാരന് നൽകുന്ന ആനന്ദ അനുഭവങ്ങൾ, അഭിരുചി സംസ്കരണം, യുക്തിഭദ്രത, സംഭാവ്യത തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി സാഹിത്യകൃതികളെ എന്ത് ചെയ്യുന്നു മൂല്യനിർണ്ണയം ചെയ്യുകയാണ് വിമർശനത്തിൻ്റെ ലക്ഷ്യം. എന്താണ് പറഞ്ഞത്? വിമർശനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? സാഹിത്യ മൂല്യങ്ങൾ, അവ വായനക്കാരന് നൽകുന്ന ആനന്ദ അനുഭവങ്ങൾ, അഭിരുചി സംസ്കരണം, യുക്തിഭദ്രത, സംഭാവ്യത തുടങ്ങിയ ഘടകങ്ങളാണ് അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത് സാഹിത്യകൃതികളെ നമ്മൾ മൂല്യനിർണ്ണയം ചെയ്യുന്നത്. ഇതാണ് വിമർശനത്തിൻ്റെ ലക്ഷ്യമെന്ന് തന്നെ പറയുന്നത്. പാശ്ചാത്യ അധിനിവേശത്തിൻ്റെ പ്രചരിച്ച ആധുനിക സാഹിത്യ സങ്കല്പങ്ങളും നവോത്ഥാന ആശയങ്ങളും ആദ്യകാല വിമർശകരുടെ മൂല്യബോധത്തെ എന്ത് ചെയ്തിരുന്നു സ്വാധീനിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു അന്നത്തെ കൃതികളുടെ ഒരു പ്രമേയപരമായ ഉത്കൃഷ്ടതയ്ക്കും അവർ വളരെയധികം എന്ത് ചെയ്തു പ്രാധാന്യം നൽകി. അന്നത്തെ കാലത്ത് ക്ലാസിക്കൽ വിമർശനം, അക്കാഡമിക് വിമർശനം, ഖണ്ഡന വിമർശനം, മണ്ഡന വിമർശനം, ജീവചരിത്ര വിമർശനം, സാമൂഹിക ശാസ്ത്രാധിഷ്ഠിത വിമർശനം, മനഃശാസ്ത്ര വിമർശനം തുടങ്ങി വ്യത്യസ്ത വിമർശന സമീപനങ്ങൾ എന്ത് ചെയ്തു മലയാളത്തിൽ പ്രചാരം നേടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലത്തെ നിരൂപണങ്ങളെയെല്ലാം പത്രമാസികകളിലാണ് എന്ത് ചെയ്തിരുന്നത് സ്വീകരിക്കപ്പെട്ടത്. വിദ്യാസംഗ്രഹം, വിദ്യാവിനോദിനി, മലയാള മനോരമ, ഭാഷാഭൂഷണി തുടങ്ങിയ മാസികകളിലെല്ലാം എന്ത് ചെയ്തു സാഹിത്യ വിമർശനത്തെ പ്രാധാന്യത്തോടെ തന്നെയാണ് എന്ത് ചെയ്തത് പ്രോത്സാഹിപ്പിച്ചത്. ആദ്യമായിട്ട് നമുക്ക് കേരളവർമ്മ വല്യകോയി തമ്പുരാനെ പറ്റിയൊന്ന് മനസ്സിലാക്കാം. ചങ്ങനാശ്ശേരിയിലെ ലക്ഷ്മീപുരം കൊട്ടാരത്തിൽ 1845 ഫെബ്രുവരി 19 പൂവൻ നക്ഷത്രത്തിൽ ആണ് കേരളവർമ്മ ജനിച്ചത്. ഇദ്ദേഹം
എങ്ങനെയാണ് ഈ വല്യകോയ് തമ്പുരാനായത് എന്ന് പറയുന്നുണ്ട്. റാണി ലക്ഷ്മിഭായിയെ വിവാഹം കഴിച്ചതോടാണ് വല്യകോയ് തമ്പുരാനായത് എന്ന് പറയുന്നുണ്ട്. ആയില്യം തിരുനാൾ രൂപവൽക്കരിച്ച പാഠപുസ്തക കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ആരെന്ന് പറയുന്നത്, ഈ കേരളവർമ്മ വല്യകോയ് തമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി ഇദ്ദേഹത്തിൻ്റെ കുറേ വിശേഷണങ്ങൾ നമുക്ക് നോക്കാം. കേരള കാളിദാസൻ എന്ന അപരനാമത്തിലാണ് കേരളവർമ്മ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മയൂര സന്ദേശം എന്ന കൃതിയും കാളിദാസൻ്റെ ശാകുന്തള വിമർത്തനവുമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാമത്തിന് ഇടയാക്കിയത്. AR രാജരാജവർമ്മയുടെ അഭ്യർത്ഥന മാനിച്ച് രചിച്ച പ്രാസവിമുക്തമായ കാവ്യമാണ് ദൈവയോഗം എന്ന് പറയുന്നത്. ഇതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കേരള കാളിദാസൻ എന്ന കേരളവർമ്മ വല്യകോയ് തമ്പുരാൻ അറിയപ്പെടാനായിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇങ്ങനൊരു അപരനാമം വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ, മയൂര സന്ദേശം എന്ന് പറയുന്ന ഒരു സന്ദേശ കാവ്യം, നമ്മുടെ കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം പോലെ ഇദ്ദേഹം രചിച്ച ഒരു സന്ദേശ കാവ്യമാണ് മയൂര സന്ദേശം എന്ന് പറയുന്നത്. ഈ ഒരു ഇത് കാരണമാണ് ഇദ്ദേഹത്തെ നമ്മൾ കേരള കാളിദാസൻ എന്ന് വിളിക്കുന്നത്. പിന്നെ AR രാജരാജവർമ്മയുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഇദ്ദേഹം ഒരു പ്രാസവിമുക്തമായ ഒരു കാവ്യം രചിച്ചു. ആ കാവ്യത്തിൻ്റെ പേരാണെന്ത്, ദൈവയോഗം എന്ന് പറയുന്നത്. കേരളവർമ്മയെ പറ്റിയുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. മലയാള പദ്യ സാഹിത്യ ആധുനികതയിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ കേരളവർമ്മ ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ കേരളവർമ്മ വല്യകോയ് തമ്പുരാനും കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുമായിട്ടുള്ള സൗഹൃദമാണ് കവി സമാജത്തിൻ്റെയും ഭാഷാപോഷിണി സഭയുടെയും പ്രവർത്തനത്തിലും ഭാഷാപോഷിണി സഭയുടെ പ്രസിദ്ധീകരണത്തിനും കളമൊരുക്കിയത്. ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്തും ഇവർ തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നത് ഇവരുടെ വ്യക്തിത്വ വൈശിഷ്ട്യത്തെയാണ് പ്രകടമാക്കുന്നത്. കേരളവർമ്മ വല്യകോയ് തമ്പുരാൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ പറ്റുന്നത് എന്താണെന്നറിയാവോ, വല്യകോയ് തമ്പുരാൻ പുതിയ സാഹിത്യകാരന്മാരെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിരുന്നില്ല. വല്യകോയ് തമ്പുരാനെ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പോഷക വിമർശകനെന്ന് വിളിച്ചു വരുന്നത്. നമ്മുടെ മലയാള സാഹിത്യം പുരോഗതിയിലേക്ക് പിച്ച് വെച്ച് നടന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് സാഹിത്യകാരന്മാരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ വിമർശനത്തിൽ ഏർപ്പെട്ടാൽ മലയാള സാഹിത്യത്തിന് അതൊരിക്കലും ഗുണം ചെയ്യില്ല എന്ന് കേരളവർമ്മ വല്യകോയ് തമ്പുരാൻ അറിയാമായിരുന്നു. അതിനാലാണ് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നത്, പോഷക വിമർശകൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഇതൊരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടായിരിക്കാം കേരളവർമ്മയെ പോഷക വിമർശകൻ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു ആൻസറാണ് നമ്മളവിടെ എഴുതേണ്ടത്. ഒരു കൃതിയുടെ അന്യാദൃശ്യത്വത്തെ സ്പഷ്ടമാക്കലാണ് വിമർശനധർമ്മം എങ്കിൽ കേരളവർമ്മയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ശരിയായ സാഹിത്യ വിമർശനത്തിന് അടിക്കല്ല് പാകിയെന്ന് എന്ത് ചെയ്യുന്നു, സുകുമാർ അഴീക്കോട് പ്രസ്താവിക്കുകയാണ്. പുസ്തകക്ഷാമം വേണ്ടുവോളം ഉണ്ടായിരുന്ന 19-ാം നൂറ്റാണ്ടിൽ അങ്ങനൊരു പരിഹാരം എന്ന നിലയിലാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്ന എല്ലാ പുസ്തകങ്ങളും എന്ത് ചെയ്യുകയാണ്, ഒരേപോലെ പ്രോത്സാഹിപ്പിക്കുക എന്ന ദൗത്യം കേരളവർമ്മ നിർവഹിച്ചത്. അതുകൊണ്ടാണ് വടക്കൻകൂർ രാജരാജവർമ്മയാണ് അദ്ദേഹത്തെ പോഷക വിമർശകൻ എന്ന സ്ഥാനം ആണ് കേരളവർമ്മയ്ക്ക് കൂടുതൽ അർഹിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ മലയാള വിമർശന ചരിത്രത്തിൻ്റെ ആദ്യഘട്ടത്തെ കേരളവർമ്മ യുഗം എന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്ടർ അഴീക്കോട് 1870 കേരളവർമ്മ വല്യകോയ് തമ്പുരാൻ അങ്കൂര രൂപത്തിൽ വളർത്തിയെടുത്തതാണ് മലയാള വിമർശനമെന്ന് പ്രസ്താവിക്കുന്നു. കേരളവർമ്മ അധ്യക്ഷനായ പാഠപുസ്തക കമ്മിറ്റിയുടെ രൂപീകരണ വർഷം 1867 കേട്ടോ. കേരളവർമ്മ അധ്യക്ഷനായ പാഠപുസ്തക കമ്മിറ്റിയുടെ രൂപീകരണ വർഷം 1867. മലയാള വിമർശനത്തിൻ്റെ വിദൂര ഭൂതകാലത്തെ അതിരായിട്ട് ഡോക്ടർ സുകുമാർ അഴീക്കോട് എന്ത് ചെയ്യുകയാണ്, രേഖപ്പെടുത്തുകയാണ്. അടുത്തയായിട്ട് നമുക്ക് കേരളവർമ്മയുടെ വിമർശന സംഭാവനകളെ പറ്റി ഒന്ന് നോക്കിയാലോ. പാശ്ചാത്യമായിട്ടുള്ള ആധുനിക വിമർശന സങ്കല്പങ്ങൾക്ക് കേരളവർമ്മയിൽ അത്ര കണ്ട് പ്രകടമായിരുന്നില്ല. പത്രമാസികകളിലൊക്കെ എഴുതിയ ചില സാന്ദർഭിക നിരീക്ഷണങ്ങളുണ്ട്. പിന്നെ കൃതികൾക്ക് നൽകിയിരുന്ന അനുമോദന പ്രസ്താവനകൾ, ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയ അവതാരികകൾ, ചില കൃതികൾക്ക് എഴുതിയ നിരൂപണ ലേഖനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ വിമർശന സംഭാവനകൾ. ഇവയാകട്ടെ കൂടുതലും പ്രോത്സാഹന പക്ഷത്ത് നിൽക്കുന്നവയാണ്. പക്ഷേ CP അച്യുതമേനോൻ വിദ്യാവിനോദിയിലൂടെ ഖണ്ഡന വിമർശനം ആരംഭിച്ചതു മുതൽ തൻ്റെ സാഹിത്യബോധത്തെ പുതുക്കി പണിയാനായിട്ട് കേരളവർമ്മ എന്ത് ചെയ്തു, നിർബന്ധിതനായി. അങ്ങനെ 1913 പ്രസിദ്ധീകരിച്ച ഉമാകേരളം അവതാരിക ഇതിന് തെളിവാണ്. 1911 വൈക്കത്ത് വെച്ച് നടന്ന ഒരു ഭാഷാപോഷിണി സഭയുടെ അധ്യക്ഷ പ്രസംഗത്തിലും മലയാള സാഹിത്യത്തിൻ്റെ നിലവാര തകർച്ചയും ഗതാനുഗതികത്വത്തെ പറ്റിയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. പ്രാസവാദത്തിൽ ശബ്ദപക്ഷത്തിൻ്റെ നേതൃസ്ഥാനം അലങ്കരിച്ച കേരളവർമ്മയുടെ ആസ്വാദന പാരമ്പര്യം സംസ്കൃത ശീലുകളെ
പിന്തുടരുന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ സാഹിത്യ വിമർശനം എന്ന ആധുനിക സാഹിത്യ ജനുസിനെ കൃത്യമായിട്ട് ഉൾക്കൊള്ളുന്നതിലും അദ്ദേഹത്തിൻ്റെ ആദ്യകാല വിമർശനങ്ങൾ പരാജയപ്പെടുന്നുണ്ട്. അതേസമയം ആധുനിക മലയാള ഗദ്യത്തെ രൂപപ്പെടുത്തുന്നതിലും മാനവീകരിക്കുന്നതിലും പ്രധാനവുമായി ഇടപെട്ട് കേരളവർമ്മയാണെന്ന കാര്യം സ്മരണീയമാണെന്ന് നമുക്കിതിൽ കാണാം. അപ്പോൾ ഗദ്യകാരൻ, വിമർശകൻ, പിന്നെന്താണ് എന്നതിലുപരി മയൂര സന്ദേശം പോലുള്ള സർഗാത്മക കൃതികളുടെ കർത്താവ് എന്ന നിലയിലും കേരളവർമ്മ വല്യകോയി തമ്പുരാൻ പ്രശസ്തനാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളൊന്ന് നോക്കുകയാണെ, ഹനുമത് ഉത്ഭവം ആട്ടക്കഥ, ധ്രുവചരിതം ആട്ടക്കഥ, വിശാഖ വിജയം മഹാകാവ്യം, മണിപ്രവാള ശാകുന്തളം, മയൂര സന്ദേശം, അന്യോപദേശക ശതകം, കൈരളി പ്രശസ്തി, ദൈവയോഗം, അക്ബർ, അതൊരു നോവൽ തർജിമയാണ്. ഇത് നമുക്കിനി അങ്ങോട്ട് വരുമ്പോൾ ക്വസ്റ്റ്യൻ രൂപേണയല്ലേ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ഇനി അടുത്തായിട്ട് നമ്മൾ സമ്മാനദാന പ്രസംഗത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. 1892 ഏപ്രിൽ 30 തിരുവനന്തപുരം സർക്കാർ ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് നടത്തിയ ഭാഷാഭൂഷണി സഭയുടെ വാർഷിക യോഗത്തിൽ സഭയുടെ സ്ഥിര അധ്യക്ഷനായ കേരളവർമ്മ നടത്തിയ പ്രസംഗത്തെയാണ് നമ്മൾ സമ്മാനദാന പ്രസംഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 5-6 മാസങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് വെച്ച് ഭാഷാഭൂഷണി നടത്തിയ കവിതാ മത്സരങ്ങളിൽ വിജയിച്ച കവികൾക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടിയായിരുന്നു പ്രസ്തുത സമ്മേളനം സംഘടിപ്പിച്ചിരുന്നത്. കവികൾക്കുള്ള അനുമോദന പരിപാടിയായിരുന്നതിനാൽ സഹൃദയരെ ആഹ്ലാദിപ്പിക്കുന്ന നല്ല കവികളായി മാറേണ്ടത് എങ്ങനെയെന്ന ഉപദേശമാണ് തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ആമുഖത്തിൽ കേരളവർമ്മ നൽകിയത്. അപ്പോൾ കേരളവർമ്മ തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ആമുഖത്തിൽ നൽകിയ എന്താണ്, സഹൃദയരെ ആഹ്ലാദിപ്പിക്കുന്ന നല്ല കവികളായി മാറേണ്ടത് എങ്ങനെയെന്ന ഒരു ഉപദേശമാണ് ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞത്. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ സംസ്കൃത കാവ്യ ആസ്വാദന പാരമ്പര്യത്തിലാണ് കേരളവർമ്മ എന്ത് ചെയ്തത്, തൻ്റെ കാവ്യ സംസ്കാരത്തെ വികസിപ്പിച്ചത് എന്നതിനാൽ കാവ്യഹേതുക്കളായി സംസ്കൃത അലങ്കാരികന്മാർ പറഞ്ഞു വച്ചിട്ടുള്ള പ്രതിഭ, ഉൽപ്പത്തി, അഭ്യാസം എന്നിവയിൽ ഊന്നിക്കൊണ്ടാണ് കേരളവർമ്മയും തൻ്റെ ആശയങ്ങൾ അവതരിപ്പിച്ചത്. അപ്പം 3 കാര്യങ്ങൾ ഊന്നിക്കൊണ്ടാണ് അപ്പോൾ കേരളവർമ്മയുടെ അധ്യക്ഷ പ്രസംഗത്തിൽ ആദ്യം സഹൃദയരെ എങ്ങനെ ആഹ്ലാദിപ്പിക്കാം, നല്ല കവികളായി മാറേണ്ടത് എങ്ങനെയെന്നുള്ളൊരു ഉപദേശത്തോടെ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, കാവ്യഹേതുക്കളായിട്ടുള്ള സംസ്കൃത അലങ്കാരികന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള പ്രതിഭ, ഉൽപ്പത്തി, അഭ്യാസം, ഈ 3 ഇത് നമുക്ക് 1 മാർക്ക് ചോദ്യമായിട്ടും ചോദിക്കാം, അല്ലാതെ എഴുതാനായിട്ടും ചോദിക്കാം. അപ്പോൾ ഏതൊക്കെയായിരുന്നു പ്രതിഭ, ഉൽപ്പത്തി, അഭ്യാസം എന്നിവയിൽ ഊന്നിക്കൊണ്ടാണ് കേരളവർമ്മയും തൻ്റെ ആശയങ്ങൾ എന്ത് ചെയ്തത്, അവതരിപ്പിച്ചത്. കേരളവർമ്മയുടെ ഒരു കൊട്ടേഷൻ ഉണ്ട്, ഒരു അഭിപ്രായമുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാസന ഉണ്ടെങ്കിലല്ലാതെ കവിതയ്ക്ക് വേണ്ട ഗുണം വരികയില്ലെന്ന് വിചാരിക്കുന്നത് അത്ര ശരിയല്ലെന്നാണ് എൻ്റെ പക്ഷം. എന്താണ് പറഞ്ഞത്, വാസനയുണ്ടെങ്കിലല്ലാതെ കവിതയ്ക്ക് വേണ്ടുന്ന ഗുണം വരികയില്ലെന്ന് വിചാരിക്കുന്നത് അത്ര ശരിയല്ലെന്നാണ് എൻ്റെ പക്ഷം. അപ്പോൾ പരിശ്രമം ചെയ്യുന്നതിനുള്ള ശക്തി, ഒരു ക്ഷമ, ജന്മാന്തര വാസന എന്നൊക്കെ പല രീതിയിൽ വാസനയെ നമ്മൾ വിശദീകരിക്കാറുണ്ടല്ലേ. അപ്പോൾ ഒരു കാവ്യത്തെ സംബന്ധിച്ചിടത്തോളം ജന്മാന്തര വാസന വളരെ പ്രധാനമാണെങ്കിലും അതുമാത്രമാണ് സാഹിത്യാദി കലകളിൽ ചിലർക്കുണ്ടായിരുന്ന അഭിരുചിക്ക് കാരണമെന്ന് കരുതാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് വാസന ഉണ്ടെങ്കിലും വ്യവസായം അല്ലെങ്കിൽ അഭ്യാസം, ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ഇല്ലാതെ കാവ്യരചന സാധ്യമാവുകയില്ല എന്നാണ് കേരളവർമ്മ ഊന്നി പറയുന്നത്. അതിന് തെളിവായിട്ട് അദ്ദേഹം തൻ്റെ ബാല്യകാല അനുഭവവും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. വിദൂഷകയായ അമ്മ ബാല്യത്തിൽ തനിക്ക് വിദ്യയിൽ അഭിരുചി ഉണ്ടെങ്കിൽ വിദ്യയിൽ അഭിരുചി ഉണ്ടാകാനായിട്ട് അമ്മ എന്ത് ചെയ്യുന്നറിയോ, വിദ്വാൻമാരുടെ ശ്ലോകങ്ങൾ എന്ത് ചെയ്തു, ധാരാളമായിട്ട് കേരളവർമ്മയ്ക്ക് ചൊല്ലിക്കൊടുത്തിരുന്നു. ചിലപ്പോൾ തനിയെ ചില ലളിത ശ്ലോകങ്ങൾ എന്ത് ചെയ്തു, കേരളവർമ്മ തനിയെ ശ്ലോകങ്ങളൊക്കെ ഉണ്ടാക്കാനും തുടങ്ങി. അങ്ങനെ ഒരിക്കൽ ഉത്തരത്തിൽ ഉണ്ടാക്കിയ ഒരു ശ്ലോകം അദ്ദേഹം തൻ്റെ ചേട്ടൻ അല്ലെങ്കിൽ ജ്യേഷ്ഠനെ ചൊല്ലിക്കേൾപ്പിച്ചു. അത് താൻ ഉണ്ടാക്കിയതാണെന്ന് ജ്യേഷ്ഠനോട് പറയുകയും ചെയ്തു. പക്ഷെ അത് കേട്ടപ്പം ലജ്ജയോടൊപ്പം അത്തരത്തിലൊന്ന് ഉണ്ടാക്കണമെന്നൊരു മോഹവും തന്നിൽ ഉണ്ടായി എന്ന് പറയുന്നു. വളരെ നാൾ ക്ഷമയോടുകൂടെ പരിശ്രമിച്ചതിനാൽ അതിൽ വിജയിക്കുകയും എന്ത് ചെയ്തു, അദ്ദേഹം ചെയ്തു. ഇപ്പോൾ താനൊരു കവിയായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ബാല്യം മുതൽ കവിതയോടുണ്ടായ അഭിനിവേശത്തിൻ്റെയും നിരന്തരമായ അഭ്യാസത്തിൻ്റെയും ഫലമാണെന്ന് കേരളവർമ്മ പറയുന്നുണ്ട്. സ്ഥിര പരിശ്രമം എന്നത് കാവ്യരചനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അഭ്യാസം കുറഞ്ഞ കവികളും സഹൃദയരെ ആഹ്ലാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ചമത്കാരം ജനിപ്പിക്കുന്ന കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ 2 പക്ഷവും കേരളവർമ്മ പറയുന്നുണ്ട്. അഭ്യാസമില്ലാതെ ജന്മനാ കഴിവുള്ളവരും എഴുതുന്നുണ്ട്,
കഴിവ് മാത്രം പോരാ, അഭ്യാസവും കൂടെ വേണമെന്ന് ചേർത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അതിനാൽ ജന്മാന്തര വാസന എന്നത് തീരെ അപ്രധാനമായൊരു ഘടകവും അല്ല. വാസനാസമ്പന്നരായിട്ടുള്ള കവികളിൽ അഗ്രഗണ്യനാണ് ആര്? വെൺമണി നമ്പൂതിരി. അപ്പോൾ വെൺമണി നമ്പൂതിരിയാണെന്ന് ആര് പറയുകയാണ്? കേരളവർമ്മ പറയുകയാണ്. വാസനാസമ്പന്നരായ കവികൾ അഭ്യാസം കൊണ്ടും ഉൽപ്പത്തി കൊണ്ടും കവിത്വ ശക്തിയെ പോഷിപ്പിക്കേണ്ടതുണ്ട്. പ്രസിദ്ധ കവികളായിട്ടുള്ള ആരൊക്കെയാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, പരവൂർ കേശവപിള്ള, വാസന ബാലത്തോടൊപ്പം അഭ്യാസം കൊണ്ടും തങ്ങളുടെ കവിത്വശക്തിയെ പോഷിപ്പിച്ചവരാണ്. കൊട്ടാരത്തിലെ ശങ്കുണ്ണി, ചക്രപാണി വാര്യർ, കൃഷ്ണവൈദ്യർ തുടങ്ങിയ വാസനാസമ്പന്നരായ കവികളെല്ലാം നിരന്തരമായ അഭ്യാസം കൊണ്ട് കാവ്യശക്തിയെ ഉത്തേജിപ്പിക്കണമെന്നും കേരളവർമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഒരു കവിക്ക് വേണ്ട യോഗ്യതകളെക്കുറിച്ചാണ് ആര് പറയുന്നത്? കേരളവർമ്മ പറയും. എന്തൊക്കെയായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രതിഭ, അഭ്യാസം, ഉൽപ്പത്തി എന്നിവയാണ്. എന്താണ്? പൗരസ്ത്യ, കാവ്യ, സൈദ്ധാന്തികമ കവിക്ക് വേണ്ട യോഗ്യതകളായിട്ട് പറയുന്ന 3 കാര്യങ്ങളാണ് ഇവ 3 അപ്പോൾ ഈ 3 ഏതിനാണ് പ്രാധാന്യം എന്ന കാര്യത്തിൽ അവർക്കിടയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് കേരളവർമ്മ പറയുകയാണ്. ഇവയിൽ മുഖ്യമായിട്ടുള്ളത് പ്രതിഭയാണ് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. കാവ്യദർശകരായ ദണ്ഡിയുടെ അഭിപ്രായത്തിൽ, ആരാണ്? ദണ്ഡിയുടെ അഭിപ്രായത്തിൽ പ്രതിഭ നൈസർഗിക ഭാവത്തോടു കൂടിയതാണ്. അതായത് പ്രതിഭ ജന്മസിദ്ധമായ ഗുണവിശേഷണമാണ്. നിരന്തരമായിട്ടുള്ള പരിശീലനം കൊണ്ട് ആർജിക്കുന്നതാണ് അഭ്യാസം. ഉൽപ്പത്തി ഒരു കവിക്ക് ആവശ്യമായ അറിവാണ്. ലോകത്തെയും ശാസ്ത്രത്തെയും കാവ്യത്തെയും ശരിയായ നിലയിൽ മനസ്സിലാക്കുന്നതിലൂടെ കൈവരിക്കുന്ന വിജ്ഞാനമാണ്. ഇപ്പോൾ കേരളവർമ്മയെ സംബന്ധിച്ചിടത്തോളം ജന്മനാ ഉള്ള കാവ്യവാസനയേക്കാൾ പ്രധാനം അഭ്യാസമാണ്. അതുകൊണ്ടാണ് നിരന്തരമായിട്ടുള്ള കാവ്യരചനാ പ്രയത്നങ്ങൾ അദ്ദേഹം നടത്താനാണ് കവികളോട് ആവശ്യപ്പെടുന്നത്. തുടർന്ന് അദ്ദേഹം ഭാഷാഭൂഷണി സഭയുടെ സ്ഥിരാധ്യക്ഷൻ എന്ന നിലയിൽ സഭയുടെ ലക്ഷ്യത്തെയും പ്രാധാന്യത്തെയും ഇടപെടലുകളെയും കുറിച്ചൊക്കെ വളരെ രീതിയിൽ വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. കവികളെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല സഭയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? പ്രസ്താവിക്കുകയാണ്. മലയാള ഭാഷയെ പുഷ്ടിപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഭാഷാഭൂഷണി സഭ അതിൻ്റെ പേരിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സംവഹിക്കുന്നുണ്ട് എന്ന് പറയാണ്. ആദ്യകാലത്തെ ഈ പദ്യരൂപത്തിലുള്ള കൃതികൾ മാത്രമാണ് മലയാളത്തിൽ പ്രചരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് വരുവാണെങ്കിൽ ആധുനിക സാഹിത്യ രൂപങ്ങളായിട്ടുള്ള കഥയുണ്ട്, നോവൽ, ഉപന്യാസം തുടങ്ങിയ ഗദ്യരൂപങ്ങൾക്ക് പ്രിയം വർദ്ധിച്ചു വരുവാണ്. മദ്രാസ് സർവകലാശാലയിലെ മലയാളത്തെ ഒരു ഉപഭാഷയായിട്ട് എന്ത് ചെയ്യുകയാണ്? സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആര് പറയുകയാണ്? നമ്മുടെ വലിയ തമ്പുരാൻ പറയുകയാണ്. തിരുവിതാംകൂർ മഹാരാജാവ് സ്വഭാഷയിൽ പ്രജകൾക്ക് പഠിക്കാൻ അവസരമുണ്ടാക്കുന്നതിനായിട്ട് മലയാളം പള്ളിക്കൂടങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ കാരണങ്ങളാൽ ഗദ്യഗ്രന്ഥങ്ങൾക്ക് ഇന്ന് പൂർവാധികം പ്രചാരം ലഭിച്ചു തുടങ്ങി. മലയാള ഭാഷയുടെ അവ്യവസ്ഥിതിയും ഗ്രന്ഥ ദുർഭിക്ഷത്താലും ഒരു കാലത്ത് അതിനെക്കുറിച്ച് എനിക്കും ഒരു അനാസ്ഥ തോന്നിയിരുന്നു എന്ന് വലിയ തമ്പുരാൻ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ കേരളവർമ്മ പരപ്രേരണയാലാണ് താൻ ഭാഷ വിവൃത്തിക്കായി ആദ്യം പരിശ്രമിച്ചു തുടങ്ങിയതെന്ന് എന്ത് ചെയ്യുന്നു? തുറന്നു പറയുകയാണ്. പക്ഷെ അത്തരം പ്രയത്നങ്ങളുടെ ഫലം അറിഞ്ഞു തുടങ്ങിയപ്പോൾ സ്വഭാഷ അഭിവൃദ്ധിക്ക് വേണ്ടി താൻ യഥാശക്തി പരിശ്രമിച്ചു തുടങ്ങിയെന്നും അത്തരം പരിശ്രമങ്ങളുടെ ഫലമായിട്ട് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മലയാള ഭാഷ ഏറെ പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. തൻ്റെ കൃതികളിൽ കാണുന്ന സംസ്കൃത പദബാഹുല്യത്തെ പറ്റിയുള്ള വിമർശനത്തെ താൻ ഉൾക്കൊള്ളുന്നതായും എന്നാൽ സംസ്കൃത ശബ്ദങ്ങളാണ് വാക്യങ്ങൾക്ക് ഭംഗി കൊടുക്കുന്നതെന്നൊരു മിഥ്യാധാരണയുണ്ട്. അത് ഇന്ന് തന്നിലില്ല എന്നും പ്രസംഗമധ്യേ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? വ്യക്തമാക്കി പറയുകയാണ്. ഈ വായനക്കാർക്ക് വിരസതയും ക്ലേശവും ഇല്ലാതെ സുഗ്രഹമായി പ്രതിപാദ്യം അവതരിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു ഭാഷയാണ് എഴുത്തുകാർ ഉപയോഗിക്കേണ്ടത് എന്ന് ആര് പറയുകയാണ്? കേരളവർമ്മ വലിയ തമ്പുരാൻ പറയുകയാണ്. എങ്കിലും ശബ്ദ സൗഷ്ഠ്യവും വാചക ഭംഗിയും വാക്യശുദ്ധിയും തീരെ അവഗണിച്ച് വിശദീകരണം മാത്രം ലക്ഷ്യമാക്കി ശുദ്ധജലപ്രായമായ വാചകങ്ങൾ എഴുതുന്നതും അത്ര നല്ലതല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. എന്താണ്? വാക്യശുദ്ധിയും വാക്യഭംഗിയും സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? വാക്യശുദ്ധിയും വാക്യഭംഗിയും എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എഴുതണമെങ്കിൽ കുറച്ചെങ്കിലും ഉൽപ്പത്തി നമുക്ക് ആവശ്യമാണ്. സംസ്കൃതത്തിൽ നല്ല ഉൽപ്പത്തി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. സ്വന്തം ഭാഷയിൽ നല്ല പരിജ്ഞാനം വേണം. അതോടൊപ്പം വാസനാബലവും നമുക്കുണ്ടായിരിക്കണം. ഭാഷയുടെ പ്രായോഗിക വൈവിധ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത്രയും യോഗ്യതകളുള്ള ഒരാൾക്ക് മാത്രമേ സരസഗ്രന്ഥങ്ങൾ നിർമ്മിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ആര് പറയുന്നത്? നമ്മുടെ
കേരളവർമ്മ വല്യകോയി തമ്പുരാൻ പറയുന്നത്. ഇങ്ങനെ സാഹിത്യകൃതികൾ ഉണ്ടാക്കാൻ ഇപ്പോൾ ഏറ്റവും അനുയോജ്യരായിട്ടുള്ളവർ സംസ്കൃതം ഉപഭാഷയായി ഇംഗ്ലീഷിൽ പഠിച്ച് BA പരീക്ഷ ജയിച്ചവരാണ്. അവർ ഉത്സാഹിച്ചാൽ മലയാളത്തിൽ ഇപ്പോഴുള്ള ഗ്രന്ഥദാരിദ്ര്യം ഇല്ലാതാക്കാൻ കഴിയും. ഇങ്ങനെ പുതിയൊരു പുസ്തകങ്ങൾ ഉണ്ടാക്കി ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ തന്നെ ഭാഷയുടെ അല്ലെങ്കിൽ സഭയുടെ മറ്റ് ലക്ഷ്യമാണ് മലയാള ഭാഷയെ എന്ത് ചെയ്യുകയെന്ന് നിലവാരപ്പെടുത്തുക എന്നത്. ഓരോ ദിക്കിലുമുള്ള ഗ്രന്ഥകാരന്മാർ തങ്ങളുടെ കൃതികളിൽ അതാത് ദിക്കിൽ നടപ്പാകുന്ന പരസ്പര വിലക്ഷണങ്ങളായ ഭാഷാ രീതികളെ പ്രയോഗിച്ചു വരുന്നു. ഇങ്ങനെയുള്ള ഭാഷാഭേദങ്ങളിൽ ത്യാജ്യം ഇന്നെന്തെന്നും ഗ്രാഹ്യം ഇന്നെന്തെന്നും എല്ലാ ദിക്കിലുമുള്ള പണ്ഡിതന്മാർ യോജിച്ചാലോചിച്ച് തീർച്ചപ്പെടുത്തേണ്ടതുണ്ട്. മലയാള ഭാഷയുടെ വ്യവസ്ഥീകരണ പരിശ്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയെന്ന നിർദ്ദേശമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഇതിലൂടെ സദസ്സിന് മുമ്പിൽ വെക്കുന്നത്. താനൊരു പോഷക വിമർശകനാണെന്ന ആക്ഷേപത്തിനും അദ്ദേഹം വിശദീകരണം നൽകുന്നുണ്ട്. എന്താണ്? തനിക്ക് അയച്ചു കിട്ടുന്ന പുതിയ ഗ്രന്ഥങ്ങളിലെ ന്യൂനതകളെയെല്ലാം കുറിച്ചെടുക്കുന്നതിനുള്ള അവസരമില്ലായ്മയായാലും ദോഷപ്രഖ്യാപനം ചെയ്യുന്നതിന് ദാക്ഷിണ്യപ്രയുക്തമായ വൈമുഖ്യത്താലും അവയിലുള്ള ഗുണങ്ങളെ ശ്ലാഘിക്കുക മാത്രമേ പലപ്പോഴും ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ സാഹിത്യകൃതികളുടെ ഭംഗിയും അഭംഗിയും പറ്റി ഉണ്ടാകുന്ന അഭിപ്രായ ഭേദങ്ങളെപ്പറ്റിയും ഒരു വ്യവസ്ഥ ഉണ്ടാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. വിമർശനത്തിൻ്റെ പൊതുമണ്ഡലങ്ങൾ നിശ്ചയിക്കപ്പെടണം എന്ന ആഹ്വാനം കൂടിയാണിത്. തൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് താളിയോലയിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ അച്ചടിച്ച് സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഓർമ്മപ്പെടുത്തുന്നത്. കൊട്ടാരം വക ഗ്രന്ഥപുരകളിലും മറ്റും അവശേഷിക്കുന്ന ഇത്തരം അപൂർവ ഗ്രന്ഥങ്ങൾ നശിച്ചു പോകാതെയും സൂക്ഷിക്കണമെന്ന ഭാഷാപോഷണി സഭയുടെ ലക്ഷ്യം കൈവരിക്കാൻ എല്ലാവരും സഭയുടെ കൂടെ നിൽക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രസംഗം ഉപസംഹരിക്കുകയാണ്. അടുത്തായിട്ട് ഒറ്റമാർക്ക് ചോദ്യത്തിലേക്ക് പോകാം. മലയാളം നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ തന്ന ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം: ഏത് പദത്തിൻ്റെ തർജിമയായാണ് മലയാളത്തിൽ വിമർശനം എന്ന പദം ഉപയോഗിച്ചു തുടങ്ങിയത്? ഉത്തരം: ക്രിറ്റിസിസം. അടുത്ത ചോദ്യം: ഭാഷാപോഷിണി സഭയുടെ സ്ഥിര അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: കേരളവർമ്മ വല്യകോയി തമ്പുരാൻ. അടുത്ത മൂന്നാമത്തെ ചോദ്യം: ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ്? ഉത്തരം: കേരളവർമ്മ വല്യകോയി തമ്പുരാൻ. ചോദ്യം 4: കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം: കേരളവർമ്മ വല്യകോയി തമ്പുരാൻ. ചോദ്യം 5: കേരളവർമ്മ വല്യകോയി തമ്പുരാൻ്റെ നോവൽ പരിഭാഷ ഏതാണ്? ഉത്തരം: അക്ബർ. അടുത്ത ചോദ്യം: കേരളവർമ്മ വല്യകോയി തമ്പുരാൻ രചിച്ച ആട്ടക്കഥകൾ? ഉത്തരം: മത്സ്യവല്ലഭ വിജയം, ഹനുമതുത്ഭവം, ധ്രുവചരിതം. ചോദ്യം: പാശ്ചാത്യ സംസ്കാരത്തിന് നേതൃത്വം കൊടുത്ത കവി ആര്? ഉത്തരം: കേരളവർമ്മ വല്യകോയി തമ്പുരാൻ. അടുത്ത ചോദ്യം: ദ്വിതീയാക്ഷരപ്രാസം ദീക്ഷിച്ചുകൊണ്ട് കേരളവർമ്മ എഴുതിയ സന്ദേശകാവ്യമാണ് മയൂര സന്ദേശം. അടുത്ത ചോദ്യം: കാവ്യചേതനയെ സംബന്ധിച്ച് ഗ്രന്ഥം എഴുതിയ സംസ്കൃത കൃതി ഏത്? ഉത്തരം: സ്ഥിര പരിശ്രമം. അടുത്ത ചോദ്യം: കേരളവർമ്മയെ സംബന്ധിച്ചിടത്തോളം ജന്മനാ ഉള്ള കാവ്യവാസനയേക്കാൾ പ്രധാനമെന്ത്? ഉത്തരം: അഭ്യാസം. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അടുത്ത ചോദിക്കുന്നത്. ഭാഷാപോഷണ സഭ രൂപീകരിച്ചതിന് പിന്നിലെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിവരിക്കാൻ ചോദിക്കാം. അപ്പം ഈ പോയിന്റുകൾ ഉൾപ്പെടുത്തുക. മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ച ലക്ഷ്യമാക്കി രൂപം കൊണ്ട പ്രധാന സാംസ്കാരിക കൂട്ടായ്മയാണ് ഭാഷാപോഷണി സഭ. മലയാള ഭാഷയെ പരിപോഷിപ്പിക്കുകയും സാഹിത്യരചനയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നത് പ്രധാന ലക്ഷ്യമായിരുന്നു. പുതിയ സാഹിത്യ പ്രവണതകൾക്കും ഭാഷാ പഠനത്തിനും വേദിയൊരുക്കി മലയാളത്തിലെ എഴുത്തുകാരെയും പണ്ഡിതന്മാരെയും വായനക്കാരെയും മുരുപിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി ഭാഷയുടെ ശുദ്ധിയും സമ്പുഷ്ടിയും നിലനിർത്തുന്നതിനും സാഹിത്യബോധം വളർത്തുന്നതിനും പ്രാധാന്യം നൽകി. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നാൽ ഇത്രയും പോയിന്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻട്രൊഡക്ഷൻ നൽകി നിങ്ങൾ എഴുതുക. അടുത്തൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് മലയാള ഗദ്യത്തെ രൂപപ്പെടുത്തുന്നതിലും വളർത്തുന്നതിലും കേരളവർമ്മ വഹിച്ച പങ്ക് വിശദമാക്കാൻ ചോദിക്കാം. അപ്പോൾ എന്തൊക്കെ പോയിന്റുകൾ ഉൾപ്പെടുത്താം? മലയാള ഭാഷയുടെ രൂപീകരണത്തിലും വളർച്ചയിലും കേരളവർമ്മ വല്യകോയി തമ്പുരാൻ ശ്രദ്ധേയമായിട്ടുള്ള പങ്ക് വഹിച്ചു. മലയാള ഗദ്യത്തിൻ്റെ വളർച്ചയ്ക്കും ഭാഷയുടെ ആധുനികീകരണത്തിനും അദ്ദേഹത്തിൻ്റെ രചനകൾ സഹായകമായി. സംസ്കൃത പാരമ്പര്യവും മലയാളത്തിൻ്റെ സ്വതന്ത്ര സ്വഭാവവും തമ്മിൽ സമന്വയം സാധ്യമാക്കാൻ ശ്രമിച്ചു. പരിഭാഷ, സാഹിത്യരചന, ഭാഷാ പരിഷ്കരണം എന്നീ മേഖലകളിൽ സജീവമായി ഇടപെട്ടു. മലയാള സാഹിത്യത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ വിമർശന ചിന്തകൾക്കും പ്രധാന പങ്കുകളുണ്ട്. പിന്നെ നമ്മളിപ്പം ആദ്യം പഠിച്ച കുറച്ച് പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളൊക്കെ ഉൾക്കൊള്ളിച്ച് മാർക്കിനനുസരിച്ച് എഴുതുക.
അടുത്ത നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. സംസ്കൃത ശബ്ദങ്ങളാണ് വാക്യങ്ങൾക്ക് ഭംഗി കൊടുക്കുന്നതെന്ന വാദത്തെ കേരളവർമ്മ വല്യകോയി തമ്പുരാൻ ഖണ്ഡിക്കുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക. അപ്പോൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയ പോയിന്റുകളാണ്: വാക്യഭംഗി സംസ്കൃത പദങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല എന്ന് കേരളവർമ്മ ചൂണ്ടിക്കാട്ടുന്നു. ഭാഷയുടെ സ്വാഭാവികതയും ആശയവ്യക്തതയും വാക്യഭംഗിയുടെ പ്രധാന ഘടകങ്ങളാണ്. അമിതമായ സംസ്കൃത പ്രയോഗം ഭാഷയെ സാധാരണ വായനക്കാരിൽ നിന്ന് അകറ്റാൻ സാധ്യതയുണ്ട്. മലയാളത്തിൻ്റെ സ്വഭാവത്തിനും പ്രയോഗ സന്ദർഭത്തിനും യോജിച്ച ഭാഷയാണ് ഉചിതം. അതിനാൽ സംസ്കൃത പദപ്രയോഗത്തേക്കാൾ ആശയപ്രകടനത്തിനും ലാളിത്യത്തിനും പ്രാധാന്യം നൽകണം. ഒരു ചോദ്യം: സംസ്കൃത ഗ്രന്ഥങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവ് ആർക്ക് എന്നാണ്. ഉത്തരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സംസ്കൃത ഭാഷയിൽ ആഴത്തിലുള്ള പാണ്ഡിത്യമുള്ളവർക്കാണ് സംസ്കൃത ഗ്രന്ഥരചനയ്ക്ക് യഥാർത്ഥ യോഗ്യത. വ്യാകരണം, അലങ്കാരശാസ്ത്രം, കാവ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ അറിവ് ആവശ്യമാണ്. ഭാഷാപ്രയോഗത്തിലെ സൂക്ഷ്മതയും സാഹിത്യപരമായ ഗുണങ്ങളും മനസ്സിലാക്കണം. വെറും സംസ്കൃത പദജ്ഞാനം മാത്രം ഒരു നല്ല ഗ്രന്ഥകാരനെ സൃഷ്ടിക്കുന്നില്ല. പാണ്ഡിത്യത്തോടൊപ്പം തന്നെ ആശയവ്യക്തതയും സൃഷ്ടിപരമായിട്ടുള്ള കഴിവും അനിവാര്യമാണ്. അടുത്ത് നോക്കിയേ, മലയാള ഭാഷയുടെ വ്യവസ്ഥീകരണവും പരിഷ്കരണവും. അതിനെപ്പറ്റിയൊരു ചോദ്യം വരാം. മലയാള ഭാഷയുടെ വ്യവസ്ഥീകരണ പരിശ്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എങ്ങനെയെന്നാണ് കേരളവർമ്മ നിരീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ ഉത്തരമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്: മലയാള ഭാഷയുടെ വളർച്ച ക്രമബദ്ധമായ പഠനത്തിൻ്റെയും പരിഷ്കരണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണെന്ന് കേരളവർമ്മ നിർദ്ദേശിക്കുന്നു. ഭാഷയുടെ വ്യാകരണപരവും പ്രയോഗപരവുമായ സവിശേഷതകൾ പരിഗണിക്കണം. മലയാളത്തിൻ്റെ സ്വാഭാവിക വളർച്ചയെ തടസ്സപ്പെടുത്താത്ത വിധത്തിലാണ് പരിഷ്കരണം നടത്തേണ്ടത്. അനാവശ്യമായ അന്യഭാഷാ പ്രയോഗങ്ങൾ ഒഴിവാക്കി ആവശ്യമായ പദസമ്പത്ത് വികസിപ്പിക്കണം. ഭാഷയുടെ ലളിതവും വ്യക്തതയും സൗന്ദര്യവും ഒരുപോലെ സൂക്ഷിക്കണം. വിമർശനത്തിൻ്റെ പൊതു മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണം എന്നതിനെക്കുറിച്ചുള്ള കേരളവർമ്മയുടെ അഭിപ്രായം എന്നത് വിലയിരുത്താനാണ്. അപ്പോൾ സാഹിത്യ വിമർശനത്തിന് പൊതുവായി ചില മാനദണ്ഡങ്ങൾ ആവശ്യമാണ്. കൃതിയുടെ ആശയം, ഭാഷ, ശൈലി, ഘടന, കലാമൂല്യം എന്നിവ പരിഗണിച്ചായിരിക്കണം വിലയിരുത്തൽ. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം വിമർശനത്തിൻ്റെ അടിസ്ഥാനമാക്കരുത്. കൃതിയുടെ കാലഘട്ടവും സാഹിത്യ സന്ദർഭവും മനസ്സിലാക്കി വിമർശനം നടത്തണം. നീതിപൂർവവും യുക്തിപൂർവവും സൗന്ദര്യബോധത്തോടു കൂടിയതുമായ വിമർശനമാണ് ഏറ്റവും ഉചിതം. ഈ പാഠവുമായി ബന്ധപ്പെട്ട അവസാനത്തെ ചോദ്യം: ഭാഷാപോഷിണി സഭ രൂപീകരിക്കേണ്ടതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിവരിക്കുക. ഇപ്പം നോക്കിയേ, മലയാള ഭാഷയുടെ അഭിവൃദ്ധിയും സാഹിത്യത്തിൻ്റെ പുരോഗതിയും ലക്ഷ്യമാക്കുക. മലയാളത്തിലെ എഴുത്തുകാർക്കും സാഹിത്യ പ്രവർത്തകർക്കും വേദിയൊരുക്കുക. സാഹിത്യ ചർച്ചകളും വിമർശനങ്ങളും വഴി വായനാ സംസ്കാരം വളർത്തുക. ഭാഷാ പഠനത്തിനും ഗവേഷണത്തിനും പ്രോത്സാഹനം നൽകുക. മലയാളത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യം സംരക്ഷിക്കുകയും പുതിയ തലമുറയിലേക്ക് എത്തിക്കുകയും ചെയ്യുക. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ഇതോടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത യൂണിറ്റ് തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി മുതൽ ഇങ്ങനെ മതിയോ ക്ലാസ്, അതോ ഇനി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ന രീതിയിൽ മതിയോ എന്നുള്ള രീതിയിൽ പറയുക. ഇപ്പം നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന നോട്ടെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ പ്രധാന പോയിൻറ്റുകളെല്ലാം പറഞ്ഞതിന് ശേഷം 1 വേർഡ് ക്വസ്റ്റ്യൻ, പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോയി ആ രീതിയിലാണ് പോയേക്കുന്നത്. എങ്ങനെയാണ് വേണ്ടതെന്നുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത സെമസ്റ്റർ മുതൽ കൃത്യമായിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായവും അതോടൊപ്പം തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.